എടാ വാസു, നീ പട്ടി കടിച്ച് ആശുപത്രി പോയിട്ട് സൂചി എടുത്തിട്ടാണോ വന്നത്? എന്താ മിണ്ടാതെ കുനിഞ്ഞിരുന്നോണ്ട് കഴിച്ചോണ്ടിരിക്കുന്നത്? ആ, നന്നായിട്ട് വിഴുങ്ങ്. എന്താണ് നിന്റെ ദേഹത്തല്ല ഒരുമാതിരി ചൊറി പോലെ? പട്ടി കടിച്ച ഇങ്ങനെയാണോടാ ശരീരം മുഴുവനും? ആരെങ്കിലും നിന്റെ ശരീരം കണ്ട അറപ്പ് തോന്നുമല്ലോടാ. അല്ലടാ, നീ റേഷൻ കടയിൽ പോയി പേര് മാറ്റണമെന്ന് പറഞ്ഞില്ലേ? എന്നിട്ടത് ചെയ്തോ? കറണ്ട് ബില്ല് കെട്ടിയോടാ നീ? പന്നി തിന്നുന്ന പോലെ ഇരുന്ന് തിന്നുന്ന കണ്ടില്ലേ? വേല ചെയ്താ മാത്രം പോരടാ, ജോലി ചെയ്താ കൂലി ചോദിച്ചു വാങ്ങണം. മല്ലി, നിന്നെ പറഞ്ഞാ മതിയല്ലോ, വന്ന ഉടനെ ചോറ് കൊട്ടിക്കോളും. വാ തുറന്ന് എന്തെങ്കിലും ഒന്ന് മിണ്ടടാ. നായി മാതിരി ഇന്ന് തിന്നുന്ന കണ്ടില്ലേ? ഓക്കെ, ഞാൻ തിരിച്ചു വിളിക്കാം. ചെന്ന് നോക്കടാ. ധൃതി വെക്കാതടാ, ചേട്ടരുത് എത്തിക്കഴിഞ്ഞു. ഞാൻ എന്റെ ജീവിതം മാനവസേവയ്ക്കായി സമർപ്പിക്കാമെന്ന് സത്യം ചെയ്യുന്നു. ഞാൻ എന്റെ തൊഴിൽ മനസാക്ഷിയോടെയും അതോടൊപ്പം സത്യസന്ധതയോടെയും ചെയ്യുന്നതാണ്. കേരള പോലീസിന്റെ സത്യപ്രതിജ്ഞാ വാചകം: നമ്മുടെ നാട്ടിന്റെ രഹസ്യങ്ങൾ കാത്തുരക്ഷിക്കും. യാതൊരു വിധത്തിലും ഞാൻ ദുരുപയോഗം ചെയ്യുന്നതല്ല. ഭാരതത്തിന്റെ എല്ലാ സംസ്ഥാനങ്ങളിലും അയ്യോ പാവം, എന്തെല്ലാം സ്വപ്നങ്ങളുമായിട്ടായിരിക്കും വന്നിരിക്കുന്നത്. ഇവന്മാരുടെ 5-8 മണിക്കൂർ വെയിൽ കൊണ്ട് കഴിയുമ്പോ സ്വപ്നമൊക്കെ ചുരുട്ടിക്കൂട്ടി നാട്ടിലേക്ക് പോകാതിരുന്നാ മതി. സാർ നമസ്കാരം. സാർ, ആ മൂന്നാമത് നിൽക്കുന്നതാ എന്റെ മോൻ, പേര് രാജേഷ്. അവന്റെ കാര്യം നന്നായി നോക്കണേ സാർ. നോക്കോളാം. ശരി സാർ. അയ്യോ, പണി പാളിയല്ലോ. സ്ലോ ആക്കിയത് വേഗം പോ, പേഷ്യൻസ് കാത്തിരിക്കായിരിക്കും. ചെക്കിംഗ് ഉണ്ട് ചേച്ചി, ഇൻഷുറൻസിന്റെ കാലാവധി കഴിഞ്ഞു. ലേഡീസ് കൂടെ ഉണ്ടെങ്കിൽ അവര് കൈ കാണിക്കൊന്നുമില്ല. മര്യാദയ്ക്ക് നാളെ പോയി ഇൻഷുറൻസ് എടുത്തോളണം. സൈഡാക്ക്. ലൈസൻസ് ആർസി ബുക്ക് എടുക്ക്. ഇൻഷുറൻസ് എന്താ മോനെ, ഇൻഷുറൻസ് എക്സ്പയർ ആയിട്ട് 6 മാസമായല്ലോ. സാറേ, ഇത് ഡോക്ടറാ സാറേ, എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിൽ പോയിരുന്നു. ഡോക്ടറാണെങ്കിൽ ഇൻഷുറൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കാന്നാ? മര്യാദയ്ക്ക് ഫൈൻ അടയ്ക്ക്, എന്നിട്ട് വേഗം പോവാ. ഒന്ന് വെറുതെ ഇരിക്കേച്ചി. സാർ, ഇപ്രാവശ്യം ഒന്ന് ക്ഷമിക്കും സാർ. ഏയ്, നീ ചാർജ് ഷീറ്റ് എഴുതി. പേര് പറ. ഫൈൻ 2000 രൂപ. ഇവിടെ അടയ്ക്കുന്നോ അതോ കോടതിയിലോ? സാർ, എൻ്റെ 200 രൂപയേ ഉള്ളൂ. ചേച്ചി പേഴ്സ് അടയ്ക്ക്, സംസാരിക്കുന്ന കേട്ടില്ലേ? ഇവനെ കണ്ടിട്ടൊരു പാവാണെന്നാ തോന്നുന്നത്. ഡോക്ടർക്ക് അർജന്റായിട്ട് പോവാൻ വേണം. അതെ സാർ. എന്താ ഇപ്പൊ ചെയ്യാ? ഡോക്ടർ ആയതുകൊണ്ട് പറഞ്ഞു വിട്ടേക്ക്. പൊക്കോ. അവൻ ഇൻഷുറൻസ് എടുക്കാത്തതിന് ഡോക്ടർ എന്തിനാ നമ്മളെ നോക്കി കണ്ണുരുട്ടുന്നേ? ഇന്നത്തെ കാലത്ത് നല്ലതൊന്നും ചെയ്യാൻ പാടില്ലെന്നേ. ഏയ് സ്റ്റോപ്പ്. കാർത്തിക് സാർ പോലീസ് അക്കാഡമിയിൽ ഫസ്റ്റ് റാങ്കോടെ പാസ്സായ ആളല്ലേ, പിന്നെ എന്തിനാ സാർ പുള്ളിയെ ട്രാഫിക് ഡ്യൂട്ടിയിൽ നിർത്തിയിരിക്കുന്നത്? പണിഷ്മെന്റ് പോസ്റ്റിംഗ് ആണ്. ഇത് അങ്ങേര് ചോദിച്ചു വാങ്ങിയ പോസ്റ്റാ. ട്രാഫിക് എസ് ഐക്കും സാധാരണ എസ് ഐക്കും ശമ്പളത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇല്ല. ആർക്കാ റിസ്ക് കുറവ്? ട്രാഫിക് പോലീസിൽ. ചേട്ടാ, ഒരു ചായ.
കാർത്തിക് സാറിന്റെ 13ാമത്തെ വയസ്സിൽ അച്ഛനും അമ്മയും മരിച്ചത്. അന്നോട്ട് അനിയത്തി അദ്ദേഹത്തിന്റെ എല്ലാം. മറ്റൊന്നിനും അദ്ദേഹത്തിന്റെ മനസ്സിൽ സ്ഥാനമില്ല. ഗുഡ് മോർണിംഗ്. ഈ ജോലിയൊക്കെ ചെയ്യാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ നന്നായേനല്ലേ കാർത്തിക്? സേവയിൽ പറഞ്ഞിട്ട് നല്ലൊരു ജോലിക്കാരിയെ കിട്ടുമെന്ന് നോക്കാം. ഞാനും എത്ര കാലം എന്ന് വെച്ചാൽ നിനക്ക് ഇങ്ങനെ ഉണ്ടാക്കി തരാം. ബൈ. ബൈ. കുറച്ചു നേരം അവിടെ നിൽക്കട്ടെ. എടുത്തു ചാടി ഒന്നും ചെയ്യണ്ട. മിനിസ്റ്ററുടെ വണ്ടി പോയതിനു ശേഷം അവർ വിട്ടാൽ മതി. ഒരു 2 മിനിറ്റ് കൂടെ ക്ഷമിക്കേ. ഞങ്ങളുടെ കണ്ണിലുണ്ടി വേഗം പോയിക്കോ, വേഗം. അവരെ കൈകാര്യം ചെയ്യ്. ചെല്ല്. വേഗം. വേണ്ട, ആളുകളൊക്കെ നിൽക്കുന്ന കണ്ടില്ലേ? പ്രശ്നം ഉണ്ടാക്കണ്ട. അടങ്ങി നിൽക്കട. ഞങ്ങളുടെ നേതാവ്, ഞങ്ങളുടെ യോദ്ധാവ്, യോദ്ധാവ്, നായകൻ, ഞങ്ങളുടെ കണ്ണിലുണ്ടി, രക്ഷകൻ, പാവങ്ങളുടെ പ്രവർത്തകൻ, ധീര പോരാളി. ശരിക്കും വണ്ടനോ ഈ കാർത്തിക്. ഒരു കാര്യമില്ലാതെ ഓരോന്നിലും ഈ രാജേഷ് നിനക്കാരാ? സ്വന്തം ബന്ധമൊന്നുമല്ലല്ലോ. എന്തിനാടാ ഇങ്ങനെ? നമ്മളെ നോക്കാൻ ആരുമില്ല. ഈ ജോലി എങ്ങനെ പോയാലും ദിവ്യ നോക്കാൻ പിന്നെ ആരാടാ ഉള്ളത്? സാറിന്റെ വീഡിയോ യൂട്യൂബില് 3000 പേരെ ലൈക്ക് ചെയ്തിരിക്കുന്നത്. നമ്മുടെ പാർട്ടിയുടെ അന്തസ്സ്, അഭിമാനം എല്ലാം പോയി.